മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. അങ്ങനെ ആര്യനുള്ള മൂന്നാമത്തെ ടാസ്കും എത്തിയിരിക്കുകയാണ്. ഇത്തവണ ബിഗ് ബോസ് ആര്യന് ചെറിയൊരു പണിയും കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് ആര്യനുള്ള ഫുഡ് വന്നിരിക്കുന്നത് സ്റ്റോർ റൂമിലാണ്. ഇതിനു മുമ്പ് 2 തവണയും ആക്ടിവിറ്റി ഏരിയയിലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ആര്യന് ആ ഫുഡ് എടുക്കാൻ പറ്റി. ഇപ്പോൾ പക്ഷേ കുറച്ച് ചലഞ്ചിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫുഡ് സ്റ്റോർ റൂമിലാണ്. കൂടാതെ അക്ബറിനെയും ആര്യനെയും കൂടാതെ 2 പേരെയും കൂടി ആര്യന് ടീമിലേക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ മൊത്തം 4 പേരടങ്ങുന്ന ടീമായിരിക്കും. അങ്ങനെ ആര്യൻ സെലക്ട് ചെയ്യുന്നത് സാബുമാനെയും ലക്ഷ്മീനെയുമാണ്. ആര്യന് ഈ തവണ ഭക്ഷണം സ്റ്റോർ റൂമിൽ നിന്നും എടുക്കുന്നതിനേക്കാൾ ചലഞ്ചിങ് ആയിരുന്നു. സ്റ്റോർ റൂമിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള സോഫയിലായിരുന്നു ലക്ഷ്മിയും നെവീനും കിടന്നിരുന്നത്. ലക്ഷ്മിയെ ആര്യൻ ടീമിൽ കൂട്ടി. പക്ഷേ നെവീൻ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നില്ല. അക്ബറിന്റെ മാക്സിമം ശ്രമിച്ചിട്ടാണ് നെവീനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് വിടുന്നത്. ലാസ്റ്റ് കുക്കി ഉണ്ടാക്കി താ വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നെവീനെ കിച്ചണിലേക്ക് ആക്കുന്നുണ്ട്. ആ സമയം നോക്കി ആര്യൻ സ്റ്റോർ റൂമിൽ പോയി ഫുഡ് എടുക്കുന്നുണ്ട്. ഈ തവണ ഫുഡിൻ്റെ ഒപ്പം ഡ്രിങ്കും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സ്പ്രൈറ്റ് എന്തോ ആയിരുന്നു. ഫുഡ് ആര്യൻ എടുത്തുകൊണ്ട് വരുന്നു, ഡ്രിങ്ക് ലക്ഷ്മിയും എടുത്തുകൊണ്ട് വരുന്നു. സത്യം പറഞ്ഞാൽ ആ ഫുഡ് കണ്ടതിന് ശേഷമാണ് സാബുമാനും ലക്ഷ്മിക്കും കുറച്ചെങ്കിലും വിശ്വാസമായത്. ലക്ഷ്മിക്ക് ഒട്ടും തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈ തവണ ചിക്കൻ പീസ് എന്തോ ആണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു KFC പോലത്തെ എന്തോ ചിക്കൻ പീസാണ് കിട്ടിയത്. 4 പേരും ആരും കാണാതെ ഫുഡ് കഴിച്ച് തീർത്തിരിക്കുകയാണ്. ഈ തവണ ഇവർക്ക് ഫുഡ് കഴിക്കുന്നത് കുറച്ചും കൂടി ഈസി ആയിരുന്നു. കാരണം എല്ലാവരും പുറത്ത് കണ്ണുകെട്ടി കളിക്കുകയാണ്. ഫുഡ് സ്റ്റോർ റൂമിൽ നിന്നും എടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു ആര്യന് കുറച്ച് ചലഞ്ചിങ് ആയി തോന്നിയത്. പക്ഷേ ഫുഡ് കഴിച്ചത് കൊണ്ട് മാത്രം ടാസ്ക് പൂർത്തിയാവില്ല. കൊടുത്തിരിക്കുന്ന ഡ്രിങ്കും കുടിച്ചു തീർക്കണം. 2 ലിറ്ററോളം സ്പ്രൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് ഫുള്ള് കുടിച്ചു തീർക്കണം. എങ്കിൽ മാത്രമാണ് ടാസ്ക് പൂർത്തിയാവുന്നത്. സ്പ്രൈറ്റ് ഓരോരുത്തരും അവരുടെ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റുന്നുണ്ട്. പക്ഷേ ആ സമയം തന്നെ എല്ലാവരും കളി കഴിഞ്ഞ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി വരുന്നു. ഒരു മൂലയിൽ പതിവില്ലാതെ ആര്യനെയും സാബുമാനെയും ലക്ഷ്മിനെയൊക്കെ കാണുമ്പോൾ അനുമോൾക്ക് ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. അനുമോള് ബെഡ്റൂമിലേക്ക് സൂക്ഷിച്ച് നോക്കുന്നുമുണ്ട്. ഈ കാര്യം എന്തായാലും അക്ബർ ശ്രദ്ധിച്ചിരുന്നു. അക്ബർ ആര്യനോട് പറയുന്നുമുണ്ട്, അനുമോൾക്ക് ഡൗട്ടുണ്ട്, അവൾ നോക്കുന്നുണ്ടായിരുന്നു എന്ന്. ചിലപ്പോൾ ഈ ഒരു സംശയം കൊണ്ട് തന്നെ ആവാം ആര്യന് കിട്ടിയ 4ാമത്തെ ടാസ്ക്. അതായത് നമ്മൾ പ്രൊമോയിൽ കണ്ട ആ ഒരു ടാസ്ക് അനുമോള് കണ്ടുപിടിക്കുന്നത്. എന്തായാലും അതെന്താണ് സംഭവം എന്നറിയാൻ ലൈവിനായി കാത്തിരിക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.